എടി മൗലിയുടെ മോളെ എടി മൗലിയുടെ മോളെ ടാർസന്റെ മോളെ പോടി ടാർസന്റെ മോളെ എടി പോടി തവളെ ടാർസന്റെ മോളെ പോടി പോടാ ആട്ടുകോടി നിന്റെ അച്ഛൻ എന്തിനാണ് പിള്ളേർ തല്ല് പിടിക്കണ ഇങ്ങനെ എനിക്ക് ഇവ കാണുന്നതാ അളയ ഇന്റെ പ്രായത്തില് മോനുണ്ട് മറന്നുപോയല്ലേ അവൻ ആളെ അടിക്കുന്നു ചന്ദ്രൻ നേരത്തെ റോഡിന്റെ സൈഡ് വെച്ച് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. അവിടുന്ന് ഒരു വണ്ടി ഇടിച്ചിട്ട് താങ്കളൊന്ന് ചെറുതായിട്ട് സൈഡായിരുന്നോ? ഓർമ്മയില്ല. അയ്യോ ഓർമ്മയില്ല. അതെ അറിയാതെയായിരുന്നു. എന്നെ വേറെ വണ്ടി ഇടിച്ചപ്പോ അതൊക്കെ എന്താ വണ്ടിയാകുമ്പോ തട്ടും മുട്ടും ഒരു പ്രശ്നമില്ല. എനിക്കൊരു കാര്യം പറഞ്ഞോ അളിയ വണ്ടിയാകുമ്പോ തട്ടുമുട്ടു അല്ലേ? അത് ശരിയല്ലേ? അളിയനൊന്നും പറയില്ലേ? വണ്ടിയാകുമ്പോ തട്ടുമുട്ടു അളിയ അതൊക്കെ സാധാരണ അല്ലേ അളിയ അല്ലേ? അല്ല അതാ അളിയ ഒന്നുമില്ല ഹെഡ്ലൈറ്റ് ഒന്ന് ഇളകി ഞാൻ ബോബിനോട് പറഞ്ഞു എടുക്കണ്ട സാമാനം പെട്ടി കറി നമ്പർ ഞാൻ ഓർത്തില്ല കേട്ടോ. നമ്പർ എന്ന് പറഞ്ഞ നമ്പർ പോരാ ഗോഡ്വിൻ വാ നീ വാ. വണ്ടി പോയി എന്റെ വണ്ടി പോയി. എനിക്ക് ഇനി NS ഇല്ല. എന്റെ NS ടാർസന്റെ മോളെ സൂര്യചേട്ടനാ എന്റെ ചെറുക്കനെ വളയ്ക്കാൻ നോക്കിയതല്ല അടിച്ചതിന്റെ ശരിയായി കളഞ്ഞ കണ്ടില്ല. ഹലോ ഇതാട്ടോ നമ്പര്. കേട്ടാടി ടാർസന്റെ മോളെ ഇങ്ങനത്തെ തലതെറിച്ചതിനൊക്കെ ആ ചെറുക്കനെ തലതെറിച്ചത് അതിന് ഈ 10 തലതെറിച്ചതൊക്കെ ഈ കുരുട്ട് എന്റെ ചെറുക്കനെ പ്രപ്പോസ് ചെയ്യുന്നു. പോയേ പാട്ടുപാടി നിന്റെ അച്ഛൻ എവിടെ കൂടി പോയത്? മൊയലുണ്ടായവളെ എവിടെ കൂടി പോയി? എവിടെയാണ് ഇത്? കണ്ണുപിടിക്കില്ലല്ലേ ഇത്? നിന്റെ പിള്ളേരെ പറഞ്ഞു നിർത്തിക്കോണം കേട്ടല്ലേ? ഈ കൊച്ചിനല്ലേ ഗുരു നേരത്തെ അടിച്ച്? നേരത്തെ ഈ കൊച്ചടിച്ച് ഈ പെണ്ണ് ഈ കൊച്ചിനെ അടിച്ച്. ഈ പെണ്ണ് കുരുവി കൊച്ചിനെ അടിച്ച് ഒരടി വയലൻസ് ആയിരുന്നു. എന്തൊരു പെണ്ണത്? ഈ പെണ്ണ് പോയി എന്റെ ചെറുക്കനെ പ്രപ്പോസ് ചെയ്തിരിക്കണ്. സൂര്യന്റെ അച്ഛനാ അവനെ 10 തലതെറിച്ചത്, ഇത് 100 തലതെറിച്ചത്. കെട്ടിച്ചല്ലടി അതിന് വളരട്ടെ. മുട്ടേന്ന് വിരിയട്ടെ. മുട്ടേന്ന് അവള് വിരിഞ്ഞിട്ടില്ല. അവള് കൊച്ചു പോയി തറസന്റെ മോളെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ കാലിനെ അടിച്ചോടിക്കുമല്ലോ രണ്ടിന്റെയും. ഞാൻ കെട്ടാൻ നിൽക്കുമ്പോ ഇവിടെ കെട്ടുന്ന പിള്ളേരൊക്കെ സീനാണ് ചന്ദ്ര. ചുമ്മാ മൊടയാക്കല്ലേ? കല്യാണം കൊച്ചായില്ലേ? പിന്നെയല്ലേ നിങ്ങളെ മോൻ എന്നെ മുറപ്പണെന്ന് വിളിച്ചിട്ട് നടക്കുന്നു. അതെ അത് മുറപ്പെണ്ണേന്ന് അത് മാമനായ ഞാൻ ചോദിക്കാം അവനോട്. അതിലെ കുട്ടി കമ്മിറ്റർ ആണോ? ആ പിന്നെന്താ പ്രശ്നം? റെഡി ടു മിംഗിൾ ആണോ? അല്ല നേരത്തെ ചോദിച്ചു നന്നായിട്ടല്ലേ? അല്ലെങ്കിൽ പുറകെ 5 വർഷം നടന്നു പിന്നെ ലാസ്റ്റ് അറിയുമ്പോഴേ നെഞ്ചൊക്കെ പൊട്ടിച്ചതാ ചുമയും പനിയൊക്കെ ഒന്ന് മരിച്ചു നമ്മള്.
പിന്നല്ല ഇവിടെ പോയാ മറ്റേ മൊയലിനുണ്ടായ ബ്ലാക്ക് മോളിക്കുണ്ടായ അവള് പോയി അല്ലെ പണ്ടത്തെ പ്രേമം ഇപ്പത്തെ പ്രേമം തമ്മിൽ വ്യത്യാസം അളിനറിയോ? പണ്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കൂല, ഇങ്ങനെ പുറകെ നടക്കുള്ളൂ. ഇങ്ങനെ പുറകെ നടന്ന് അവളെ വളക്കും. ചിലവന്മാര് വളക്കൂല. 5 വർഷം കഴിയുമ്പോഴേക്കും അറിയുന്ന അവൾക്ക് വേറെ ലൈൻ ഉണ്ടെന്ന്. ഗർഭം ഉണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലാവും. പിന്നെ ചിലപ്പോ അത് മനസ്സിലാവും. വളച്ചു തരുമോ? എന്താ മാമേന്ന് വിളിച്ചിട്ട് നമ്മളെ കണ്ട് മാമേ തോന്നുന്നു തെണ്ടി. എന്താ ചോദിക്കണ നീ? മാന്യന്മാരോട് മാന്യന്മാരെ മുഖത്ത് നോക്കിട്ട് അനാവശ്യം പറയുന്നു. ആരോ വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ ആ ഹലോ ഹലോ, ആരാ? തിരക്കിലാണോ? ആ തിരക്കില. ആരാ? ഞാന് ഐബിക്സ് ബ്രോ പറ. അല്ല, തിരക്കിലാണോ? തിരക്കിലാണെന്ന് വെച്ചാൽ ചെറിയൊരു പരിപാടിയിലായിരുന്നു. ആണോ? ഉണ്ടാവും സിറ്റിയില്? ആ കുറച്ചേരം ഉണ്ടാവും. ഓക്കെ, എന്നാ കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കാം. നമുക്ക് മറ്റേ പെട്രോൾ പമ്പിന്റെ മാറ്റണ്ടേ? ആ ഓക്കെ സെറ്റാക്കാം. ഓക്കെ. വാളി ദേവാ ബാബാ വഴിന്ന് പറ. പൈസ അവരെങ്ങനെയാ പറയണ്ടേ? അയ്യോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ചന്ദ്ര. ഞാൻ ധാവന ഇടിച്ചേ, അതുകൊണ്ട് അവനെ. ടിക്കറ്റ്സ് ഒന്നും ആയില്ലേ? 2 ദിവസമാണ് വീട്ടിൽ പിള്ളേരായാലും ഒന്ന് കത്തിച്ചറിയാൻ. അതെ, കുറച്ച് മറ്റേ ക്രിയേറ്റിംഗ് ആണോ എടുക്കാൻ? ഉണ്ടാവോ? പിന്നെ ഞാൻ ഇന്ന് 1 കിലോ തിന്നു, അതുകൊണ്ട് ബാക്കി കുറച്ചേ ഉള്ളൂ. ആണല്ലേ? അടുത്ത വട്ടം വാങ്ങിക്കുമ്പോ 2 വാങ്ങിച്ചോ. യൂസ് ആവും. എന്താ ഇത് നമ്മുടെ സമ്മതിക്കില്ലല്ലേ? സാമൂഹ്യ വിരോധി. ഒച്ചിനെ പോലെ മറ്റേ മഴക്കാലത്തോടെ ഒച്ചില്ല, അതുപോലെ ഒട്ടിയിരിക്കുന്നുണ്ടാ. അളിയാ വാ, നമുക്കിതാ എന്താണ് അളി നമ്മുടെ സ്നൈപ്പാണ്. സോറി മാറിപ്പോയി. സോറി നമുക്ക് സ്നൈപ്പ് ഉണ്ടല്ലേ? ഇങ്ങോട്ടെ എന്താണ് ഇവിടെ? നല്ല ചണച്ച കാറ്റ് ഉണ്ടല്ലോ ഇവിടെ. കുട്ടി നല്ല ചണച്ച കാറ്റ് ഉണ്ടല്ലേ? ഞാൻ എടുക്കണോ? വെള്ളച്ചൂരി ചെളി പറ്റും. സ്നൈപ്പ് എടുക്കണോ? ഞാൻ എടുക്കട്ടെ? അപ്പൊ നമുക്ക് അടുത്ത വിളിച്ചാ മതി. നിന്റെ കാലിൽ വയ്യെങ്കിൽ നമ്മ എടുക്കാം. അവനൊക്കെ പെമ്പിളരെ പുറകെ നടക്കും. കുറെ എണ്ണം ഇവിടെ ഉണ്ട്. ഇവിടെ കള്ളൂടിയാ എത്ര കള്ളൂടിയാ? ഓഹോ, എല്ലാവർക്കും ഗ്ലാസ് ഒഴിച്ചു കൊടുത്താ നീ ഇത് പറയണത് വന്നാലും. ഒരു ചെറുത് നേരത്തെ വിളിച്ചപ്പോ ഞാനല്ലേ ഉണ്ടായുള്ളതിരിക്കും. ഞാൻ നിനക്കൊരു ഇതായി അല്ലേ? എടാ ഓടി വാടാ ഒന്ന്. ഓടുമ്പോ കഥക്കുന്നു സ്റ്റാമിന കുറവ് അടിച്ച് പറയും. എന്താന്നറിയില്ലല്ലേ? എന്ത് പ്രശ്നമുണ്ട്? 2 അടി അടിക്കുമ്പോ തന്നെ ഇതാന്ന്. മീൻസ് 2 അടി വെക്കുമ്പോ തന്നെ കഥക്കുന്നു. അതെ ഗൈസ്, ഹലോ. അതെ, ഇപ്പൊ തെരവന സമയമാണ്. ഇങ്ങനെ നിക്കല്ലേ, തെര അടിച്ചോണ്ടു. കുറച്ച് കേറി നിക്കണേ. കണ്ടില്ല, വന്നില്ലെന്നു. ഇത് ഗേൾ ഫ്രണ്ട്സ് ആണോ നിങ്ങളെ? എത്ര വെച്ചുണ്ട് അനിയത്തിക്ക്? ഓ, നമ്മള് ആരെ കണ്ടാലും വയസ്സ് വയ്ക്കും. അപ്പൊ നേരത്തെ അറിഞ്ഞിരിക്കാലോ. ഇത് നമ്മള് അനിയത്തിയല്ലടാ. അവന്റെ അടുത്ത് ചോദിച്ചൂടെ അറ്റ്ലീസ്റ്റ്? ചോദിക്കാൻ പാടില്ലായിരുന്നല്ലേ ഒരു ദിവസത്തെ? അവനോട് ചോദിക്കാല്ലേ? ആ ഇടയ്ക്ക് വന്നേടാ, ഈ കുട്ടിയുടെ ചേച്ചി വന്നേ. ചേച്ചിയല്ല, അനിയൻ. അനിയനിങ് വന്നേ. അനിയാ
അളിയാ അനിയൻ വരുന്നില്ലല്ലോ അളിയാ. എടാ, അവൻ ഇനി സംസാരിച്ചു. തൊട്ട് അവൻ എന്റെ അനിയൻ അല്ലേ. ഇതെല്ലാം നിമ്മ പറഞ്ഞോണ്ടല്ലോ ഏ, ചവിട്ടി അടിച്ചാപ്പി ഇളക്കുന്നില്ല. അളി നീ ഇതൊക്കെ ചുമ്മാ തമാശക്ക് പറയരുത് അളി. ഇത് വേറെ ചന്ദ്രവിമാതി മറ്റടുത്ത പരിപാടി അറിയില്ലട്ടാ. എന്തിനു മൂഞ്ഞൂര് അളിയാ. അളി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അതുകൊണ്ടല്ലേ ഞാൻ കേറാത്ത. എനിക്ക് താല്പര്യമില്ല ഒട്ടും. എന്താണ് പണ്ട് ആൺപിള്ളേർ മാത്രം സെറ്റ് ചെയ്യാ. നമ്മള് മാത്രം ഇഷ്ടല്ല. ഈച്ചയെ അടിച്ച് കോൽക്കളി ആരുടെ? കളിച്ച് നടക്കുന്നു. അളിയ നമ്മളല്ല അളിയ ഞാൻ അളിയനൊരു കൊച്ചുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു കുടുംബമുണ്ട്, ഭാര്യയുള്ളത് 40 വയസ്സുണ്ട്. കണ്ടാൽ പറയില്ലെന്നേ ഉള്ളൂ. അതേപോലെയാണ് ഞാനിപ്പോ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. കിളിന്ത് പയ്യൻ. കിളന്ത് കൊച്ച് കിളിന്ത് ലെഫ്റ്റിലോട്ട് കൊച്ചു. ഓടുന്നത്. അത് മാനല്ലേ പോണേ? മാനല്ല അത് മനുഷ്യനാണ്. തന്നെയാണ്. എനിക്ക് വണ്ടിയില്ല. അതെ എക്സ്ക്യൂസ് മീ എന്താ പറഞ്ഞ അതെ അല്ല നമുക്കിതൊക്കെ സാധാരണ അളി ഇങ്ങനെ വന്നില്ല അല്ലേ. ഒരുത്തി പോയാ ഒരുത്തി. ഹലോ നിമ്മ പറഞ്ഞേ. ഹലോ അളിയാ ഹലോ അളിയാ നിമ്മ വിളിക്കുന്ന അളിയാ. ഞാൻ വിളിക്കാം അളിയാ. ഹലോ ഹലോ ശരി ഹലോ കുറച്ച് ഹലോ. ഞാൻ കോളിലായിരുന്നു. അതാ പറഞ്ഞോ. കുട്ടിയുടെ മുഖം മാറിയിരിക്കാം. ഷൂ ഒന്നും ഇടാ. ഇതാരാ? പറഞ്ഞോ. ഞാൻ ലൈറ. ലൈർ. ആ നമ്മള് സംസാരിച്ചായിരുന്നു. നമ്മുടെ ആരായിരുന്നു സ്നേഹിന്റെ ഗേൾഫ്രണ്ട്. സ്നൈപ്പിന്റെ ഗേൾഫ്രണ്ട്. ആ ലൈർ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ? ആ ഓക്കെ. സ്നൈപ്പിനെ ഇതേല്ല കേട്ടോ, പാവമാണ് കേട്ടോ, ഭയങ്കര സിൻസിയർ ആണ് ആള്. അതെനിക്കറിയാം. കുട്ടി സീരിയസ് ആണോ? സീരിയസ് ആണ്. ഞാൻ വീട്ടിൽ പറഞ്ഞ് നടത്തി തരാവേ. ഹലോ താരാണ്? ചന്ദ്രൻ എനിക്ക് താല്പര്യമില്ല. ചന്ദ്രൻ താല്പര്യമില്ല. എനിക്ക് കല്യാണം താല്പര്യമില്ല. ആ കുട്ടിയുടെ അടുത്ത് പറയണേ. അല്ലേ എന്താണ് കുട്ടി എന്താണ് പറഞ്ഞേ? കുട്ടി എന്താ പറയാ? ഞാൻ അട്രാക്റ്റീവ് ആണ് ശരിയാണ്, പക്ഷെ താല്പര്യമില്ല. അതെന്താ കുട്ടിയുടെ അടുത്ത് പറഞ്ഞേ? ഇത് സ്നൈപ്പിനെ അല്ല ഗേൾഫ്രണ്ട്. ഓ സ്നൈപ്പിനെ ഗേൾഫ്രണ്ട് അല്ല. സോറി ഞാനോർത്തി എന്നെ കെട്ടിച്ചേരുന്നില്ലെന്നും പറഞ്ഞത്. എന്തിനാ അതിനല്ലേ ഉള്ളൂ എനിക്കിവിടെ ചോദിക്കാനും പറയാനൊക്കെ ആയിട്ട്. ഇപ്പൊ എന്നെ കെട്ടിച്ചേരുന്ന അളിയനോട് ഒന്ന് ചോദിക്കാനല്ലേ പറ്റുള്ളൂ. ഈ പെൺപിള്ളേർ അളിയാ പണ്ട് ചോദിക്കുന്നില്ലല്ലേ? പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ കുറഞ്ഞില്ല അളിയാ ഇല്ലേ? പണ്ട് അളിയന് നിന്ന് ടൈം ഉണ്ടായിരുന്നു. ഓർക്കണ്ട അളിയന് ക്യൂ ആയിരുന്നു. നീ കണ കെട്ടിച്ചേരോ പെൺപിള്ളേര്. നടക്കാരൻ കൂടുതൽ പണ്ട്. ഇല്ല അളിയാ അവരിക്കായിരുന്നില്ലേ പണ്ട്? ഇപ്പഴും ഞൊളപ്പുണ്ട് എനക്ക്. അയ്യ എനിക്ക് അനാവശ്യം പറയലട്ടാ. കുടുംബമൊക്കെ ഇട്ട് ജീവിക്കുന്ന ഒരു പയ്യനെ കുറിച്ച്. അല്ല ഇവിടെ എല്ലാവരും പെണ്ണുണ്ട് കണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ ആ ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാ ഒരെണ്ണം അവിടെ ഒരെണ്ണം ഇവിടെ. എന്റെ വണ്ടി നോക്കട്ടെ. ടോറസ് എവിടെയാണ്?